പുതിയ മാസാണല്ലേ? ഞമ്മള് വാത്തുമ്മ ഇടിയപ്പ അച്ചപ്പ ഉണ്ട പോണ്ടേക്ക വീട് വീടാന്തരം കേറി ഇറങ്ങി നടന്ന് കച്ചോടാ. ഉണ്ടപ്പാത്തൂന്ന എല്ലാരും വിളിക്കുക. ഇന്നാളിതിലേ പോയപ്പോ കൊയിലൂതണ ഒച്ച കേട്ട്. മമ്പർക്കത്തങ്ങടെ ചന്ദനക്കുടത്തിന് സുലൈമാൻ സാഹിബ് ഊതണ ഊത്തുപോലെ. തിരക്കിയപ്പോഴാ അറിഞ്ഞത് പാട്ട് പഠിപ്പിക്കണ പുതിയ മാസാണെന്ന്. എന്താ മോന്റെ പേര്? സേതു. ഞമ്മടെ മോന്റെ പേര് തന്നെ പിന്നെ ഞാൻ കണ്ടപ്പോഴേ നമുക്ക് സംശയം ഉണ്ടാർന്ന് നമ്മടെ ജാതിയാണെന്ന്. ഒരറബീന്റെ മുഞ്ചും ബൗസും ബദർ മുനീറിന്റെ ജേലിക്ക് എവിടെ കെട്ടിയോള് നാട്ടില. ഇവിടെ ഒറ്റയ്ക്കാ താമസം? ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോ തൂഷിക്കണം. തക്കം കിട്ടിയാല് നെയ്പ്പത്തിരി പൊരിക്കണ ജയിലിക്ക് പൊരിച്ച് അവരവർക്കിട വേഗത്തിലോട്ടാക്കും. ആ വമ്പത്തി ഉപ്പേരി കുഞ്ഞമ്മ. ആ നായര് വെറും കോന്നൻ നായര്. അല്ല മോൻ അച്ചപ്പും കൊയിലപ്പൊന്നും വേണ്ടേ? വേണ്ട. എന്നാ ഒരു 5 ഉറുപ്പ്യക്ക് ബോണ്ട എടുക്കാം. ഇപ്പോഴൊന്നും വേണ്ട. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ബോണ്ടയാ നല്ലത്. ബോണ്ട തിന്നാ വേണ്ടാതീരം തോന്നൂല. ഇനി വരുമ്പോഴാവട്ടെ. അതെ, ഈ ഗേറ്റിനകത്ത് കിടക്കരുത് നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടില്ലേ? ഇറങ്ങി പോവൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പാത്തുമ്മാക്ക് അങ്ങനെ ആരും പരമ്പൊന്നും തീർത്തിട്ടില്ല. ഇവിടെ കയറി താമസിക്കാനും വന്നതല്ല. നമ്മുടെ സുജായിനെ കണ്ടുകൊണ്ടൊന്ന് വിവരം തിരക്കിയതാ. കൾച്ചറില്ലാത്ത വർഗം. പിന്നെ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് പാത്തുമ്മാനെ പേടിപ്പിച്ചണ്ട. വരട്ടെ ഇത് അമ്മാടൻ കാവിലെ കമ്പത്തേക്കാൾ ബഹുവിശേഷ മേലെ കാവിലെ കമ്പം. അതിലും വിശേഷ പൂകമ്പം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആയുഷ്കാലം എന്റെ കോളാമ്പി ചുമക്കാനാണ് നിന്റെ വിധി. മണ്ടൻ കുണയപ്പി. ഇത്രയും കാലത്തിനിടക്ക് ഒരു മനുഷ്യന് മുഖം കറുത്തൊരു വാക്ക് പറയാ പാത്തുമടം കൊടുത്തിട്ടില്ല. ഗേറ്റത്ത് കിടക്കരുത് പറയാ. ഇവളാര്? മൈസേട്ടാ. കോന്തോന്നായരേ. ഞാൻ നായരില്ല, മേനാണ്. ഏത് ഇബിലീസായാലും പാത്തുമാട് കളിച്ചാണ്ടല്ല കളി ഞമ്മള് പഠിപ്പിച്ചു. എന്താ ഉണ്ടായെന്നാ തൊലി വെളുപ്പുള്ള ആൺകുട്ടികളെ കാണുമ്പോ ഓക്കര ഇളക്കാണ്. തന്റെ മെമ്പർ നോത്തിക്ക് ഞമ്മടെ മെക്കട്ട് കയറിയാണ്ടല്ല. തേച്ചാലും കുളിച്ചാലും പുകാത്ത് പറയാൻ ഞമ്മക്ക് അറിയാനിട്ടല്ല. പിന്നെ ആ പയ്യൻ അവിടെ നിന്നോണ്ട് ഞമ്മള് വേണ്ടാന്ന് വെച്ചു. പയ്യനോ? ഏത് പയ്യൻ? നമ്മടെ സെയ്തുവേ. ആ നിങ്ങടെ വീട്ടിൽ താമസിക്കണ മാസ്. ആ പയ്യനോട് ഞമ്മളൊന്ന് വിശേഷം തിരക്കിയതാണ്. ഇപ്പോഴേക്കും കൊമ്പും കൊസടിയായിട്ട് ചാടി വീണേക്കണു. ഗേറ്റിനകത്ത് കിടക്കാൻ പാടില്ല. അത്ര പാത്തുമാക്ക് പകർച്ച വ്യാധിയൊന്നുമില്ല. സൂക്കേടെ ഓക്കാണ്. എന്ത് സൂക്കേടെ? ഇത്തരം പാർട്ടീസിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ചിലയിടത്ത് ചെല്ലുമ്പോ ക്രിസ്ത്യാനി ആവും, ഹിന്ദു ആവണമെങ്കിൽ ഹിന്ദു ആവും, മുസ്ലിം ആവണമെങ്കിൽ മുസ്ലിം ആവും. പാത്തുമ്മ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. മാഷ് ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. കള്ളു ചാരായം മിശ്രിതം ഛർദിക്കുവോ? ഏയ്, രണ്ടും കൂടെ നല്ല ബെസ്റ്റ് കോംപ്ലിക്കേഷൻ അല്ലേ. ഇനിയൊന്നും വേണ്ടല്ലോ, എല്ലാം മതി. ഇന്നത്തെയും കൂടെ ചേർത്ത് മൊത്തം പറ്റ എത്രയെന്ന് വെച്ചാ അത് ഇറങ്ങുമ്പോ മാഷിന്റെ ഇന്ന് വാങ്ങിച്ചോ. ഓക്കെ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയെ കൊണ്ടുവന്നേ പറ്റൂന്ന് അവനോട് തറപ്പിച്ചങ്ങോട്ട് പറയുക. ഭാര്യ വന്നാൽ അറിയാല്ലേ? പിന്നെ മുസ്ലിം ആണോന്നറിയാൻ വഴി വേറെയുണ്ട്. മിശ്രിതം ഒന്നുകൂടെ ആവാം അല്ലേ? അസലായിട്ടുണ്ട്. ഗോവിന്ദമാഷ് പറയണേലും കുറച്ച് കാര്യണ്ടേ. സേതു ചെറുപ്പാ, വൈഫ് നാട്ടിലും സേതു ഇവിടെയായിട്ട് ഇങ്ങനെ കഴിഞ്ഞ പണ്ടത്തെ കാലമൊന്നും അല്ല. ചെറുപ്പക്കാരുടെ മനസ്സ് എപ്പോഴാ മാറുകയെന്ന് എങ്ങനെയാ പറയണേ? അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രായമായ പെൺകുട്ടികളുള്ള വീടാ. അയ്യോ, ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. എന്നല്ല പറഞ്ഞത്. വെളിയിലെങ്ങാനും പോയി ഒന്ന് തുപ്പിട്ട് വന്നൂടെ? സോറിട്ടോ. സേതുവിനെ വിശ്വാസമില്ലാത്തോണ്ടൊന്നും അല്ല. മാത്രല്ല ആ പെൺകുട്ടി ഇപ്പൊ എത്ര വിഷമിക്കുന്നുണ്ടാവും. വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പക്ഷേയും ഇല്ല. എല്ലാ വിവരങ്ങളും കാണിച്ച് വൈഫിന് എഴുതിക്കോളൂ.
ഇല്ലെങ്കിൽ അഡ്രസ് ഒന്ന് ഞാൻ എഴുതാം. വേണ്ട, ഞാൻ എഴുതിക്കോളാം. ഉം. എന്നിട്ട് അഡ്രസ് കൊടുക്കായിരുന്നില്ലേ? എന്താണോ ഇങ്ങനെ കുന്തമിഴിഞ്ഞ പോലെ ഇരിക്കുന്നത്? ഇവിടെ കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. ഓരോ നേറ്റ് പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരും. കക്കാൻ മാത്രം പഠിപ്പിച്ചാ പോരാ, നിക്കാനും പഠിപ്പിക്കണം. തനിക്കൊരു 1500 റുപ്പീസ് ഒപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? നമുക്ക് എവിടെന്നെങ്കിലും ഒരു നാടക നടിയെ സംഘടിപ്പിക്കാം. ഒരു 10 ദിവസത്തേക്ക് മിനിമം ഒരു 125 രൂപയെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. 125 10 1250, ബാക്കി വട്ടച്ചെലവിന്. ഈ കാശ് ഞാൻ അവിടെ ഉണ്ടാകാൻ പിന്നെ ഞാൻ ഉണ്ടാക്കുമോ? ഒരുമാതിരി മറ്റടുത്ത വർത്തമാനം പറയരുത്. വല്ലോടത്ത് കൊട്ടിപ്പാടി കിടന്ന് എന്നെ പിടിച്ചോണ്ട് നീ പുലിവാലി പിടിപ്പിച്ചിട്ട് ഇപ്പൊ കുറെ കളിപ്പിക്കുക. ദേ ഉള്ള സത്യം മുഴുവൻ ഞാൻ ആ ഗോമതി ടീച്ചറോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകട്ടോ. താനെന്താ പറഞ്ഞ? ഉള്ള സത്യം മുഴുവൻ തള്ളോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. താൻ പറയോ? ആ പറയും. എന്നാ പറ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്? എനിക്ക് ഞാൻ ചൊറിഞ്ഞു. നമുക്ക് ഈ കുരുട്ടുബുദ്ധിയല്ലേ വേറെ ഒന്നും തോന്നിക്കൂലേ? ഞാനൊരു ഐഡിയ പറയാം. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായെന്നല്ലേ ടീച്ചറോട് പറഞ്ഞിരിക്കുന്നത്? അതെ. വൈഫ് ഗർഭിണിയാണെന്നും ഉടനെ നീണ്ട യാത്ര പാടില്ലെന്നും ഡോക്ടർ പറഞ്ഞതായി കത്ത് വന്നെന്ന് പറ. അതിന് ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസത്തോളായില്ലേ. എടോ 3 മാസം ഗർഭമാണെന്ന് പറ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവരെന്റെ കൊച്ചിനെയും കൂടി കാണുന്നു പറഞ്ഞാലോ. എടോ അകലെങ്ങാണ്ട് തോടുണ്ടെന്ന് വെച്ച് ഇപ്പോഴേ മുണ്ട് നോക്കി പിടിക്കണോ? താനിപ്പോ തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പറ. പിന്നത്തെ കാര്യം പിന്നെ. അപ്പോ 3 മാസം അല്ലേ? അതെ. പാടില്ല പാടില്ല പാടില്ല. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. 3-ാം മാസം, പ്രത്യേകിച്ച് 3 വർഷമായിട്ട് കാത്തിരിക്കണ ഭാഗ്യം. ദേ ഇവിടെ ഒരാള്, ഞാനൊന്നും പറയണില്ല. അല്ല, അതൊക്കെ ഒരു ഭാഗ്യാണേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് കഞ്ഞി കുടിച്ചിട്ട് പോവാം. വേണ്ട, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞു. പുറത്തുനിന്ന് കഴിച്ചേ. ഗുഡ് നൈറ്റ്. പൊടിയാണ്ട് ഒന്നൊന്നായിട്ട് എടുത്ത് വെക്കൂ എന്റെ പൊന്നു അമ്മേ. സേതു, സേതു. ആ, സേതു ഒന്ന് സ്കൂളിലേക്ക് വരണ്ട. മാസം ഏതാന്നാ പറഞ്ഞത്? ഫെബ്രുവരി. അതല്ല ചോദിച്ചത്, ഭാര്യക്ക് 3. 3 4? 3. 3 അല്ലെങ്കിൽ 5, അതും അല്ലെങ്കിൽ 7. ചിലയിടങ്ങളിൽ 9. 3-ാം മാസത്തെ 3 കൂട്ടം പലഹാരം കണക്ക്. സേതു 2 ദിവസം ലീവ് എടുക്കുക. ഈ പലഹാരങ്ങളായിട്ട് പോയി നേരിട്ട് അങ്ങോട്ട് ഭാര്യയ്ക്ക് കൊടുക്കുക. 2 ദിവസം നിന്നിട്ട് വന്നാ മതിയെന്നേ. യോഗം ഇല്ലെങ്കിലും ഈ സ്ഥിതിയിലുള്ള പെൺകുട്ടികളുടെ മനസ്സെനിക്ക് കാണാൻ പറ്റുവേ. ഓ, എനിക്ക് സ്കൂളിൽ പോവാൻ സമയമായി. അയ്യേ ചാണാൻ. സാരില്ല. ലൂണ എവിടെ? തോട്ടിലിറക്കി. സമയം കളയണ്ട, ഓപ്പറേഷൻ തുടങ്ങാം. നിന്റെ ഇഷ്ടം. ഇതെവിടുന്നാ? ജയിലിൽ കിടന്ന് ചത്ത അപ്പൂപ്പന്റെ പെട്ടിന്ന് പൊക്കിയതാ. അയ്യോ. ബാ. അപ്പൂപ്പന്റെ ഒരു ഗുണവും നിനക്കില്ലല്ലോടാ. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ. എങ്ങനെയുണ്ട്? വേഗാട്ടെ. പിടി. ഒരു ചുക്കുമില്ല. എന്താ പറയുന്ന ചുറ്റാ? അവിടെ ഓ ജീസസ്. എന്താ എന്താ? അയ്യോ കൊടും ചതി. എങ്ങനെ എങ്ങനെ എങ്ങനെ? കർത്താവിന്റെ പടം. യവൻ ഇന്റർനാഷണൽ ഒന്നും അല്ല മാഷേ, ഏതോ തെരുക്കൂത്തുകാരനാ. ഡ്രസ് കണ്ടില്ലേ? അയ്യേ, പിച്ചക്കാരനെ കാണും കഷ്ടം. പുഷ്കര, പുറത്തെടുത്തൊക്കെ പെട്ടിലാക്കൂ. ഇത് തൊണ്ടിയാ.
എന്താ ഒന്നും മിണ്ടാത്തത്? നാം ഇറങ്ങിപ്പോയോ രണ്ടുപേരുടെയും? ഒരു ഹിന്ദുമത വിശ്വാസിയുടെ പെട്ടിയിൽ കൊന്തയും ബൈബിളും ക്രിസ്തുവിന്റെ പടമൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ക്രോസ് സ്ഥലമൊന്നും വേണ്ട. ഈ ഒരൊറ്റ തെളിവ് മതി ഈ ആൾമാറാട്ടക്കാരനെ എംബോക്കിയെ ഉടനെ പിടിച്ച് കയ്യാമം വെച്ച് സെൻട്രൽ ജയിലിൽ അടയ്ക്കാൻ. ഇത്ര ക്രൂരമായി ആരെയും സംശയിക്കരുത് മാഷേ. സാക്സ് ഇന്റർനാഷണൽ ബാൻഡ് മാസ്റ്റർ ആണെന്നല്ലാതെ സേതു ഒരു കോടീശ്വരനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ, എന്നാലും മാഷ് ഇത്രയൊക്കെ സംശയിച്ച സ്ഥിതിക്ക് സത്യം എന്താണെന്ന് തുറന്നു പറയാൻ എന്നെ അനുവദിക്കണം. പറയാം. സെന്റ് ജോർജ് ബാൻഡ് ടീമിന്റെ മാസ്റ്ററായ ജനറൽ ലൂക്കോസ് കോഫിൻ മേക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഛേ, ഇത്രയും ഫേമസ് ആയ ഒരാളെ കുറിച്ച് മാഷ് കേട്ടിട്ടേ ഇല്ല. പത്രത്തിലെങ്ങാണ്ട് വായിച്ചതുപോലൊരു ഓർമ്മ അല്ലേ? എങ്കിൽ അദ്ദേഹം സേതുമാധവന്റെ ഗുരുനാഥനാണ്. അതിനോട് എന്ത് പ്രസക്തി? പ്രസക്തി ഉണ്ട്. ആവശ്യമില്ലാത്തൊരു ഗുരുനാഥന്റെ പേരും പറഞ്ഞ് വസ്തുതകൾ വായിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. സത്യം മുഴുവൻ ബോധിപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ ഞാൻ വീണ്ടും മുളമ്പൻ ന്യായമൊക്കെ അപേക്ഷിക്കുന്നു. പറഞ്ഞ് പുഷ്കരൻ, ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. താങ്ക് യു. അദ്ദേഹം സേതുവിന് വെറും ഗുരുനാഥൻ മാത്രമായിരുന്നില്ല, സ്വന്തം പിതാവിനെ പോലെയായിരുന്നു. അയാളിപ്പോ എവിടെ ഉണ്ട്? അയാളോ? അയാളെന്ന് പറഞ്ഞ ആ സാറ് ഹീസ് നോ മോർ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആഹാ. ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. സംഗീതത്തിന്റെ കൈത്തിരിനാളം തന്റെ അരുമശിഷ്യന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന തന്റെ ഗുരുനാഥന്റെ സ്മരണയ്ക്കായി കഴിഞ്ഞ 10 വർഷമായി ഒരു നിധി പോലെ സേതു കാത്തു സൂക്ഷിച്ചിരുന്ന ഈ സ്മാരകങ്ങളുടെ പേരിൽ നിഷ്കളങ്കനായ എന്റെ ഈ സുഹൃത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയെന്ന് പറഞ്ഞാൽ, ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കുമെന്ന് പറഞ്ഞാൽ, മൈ ഗോഡ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടി ഞാൻ തുറന്നു പറയാം. സ്വന്തം ഗുരുനാഥന്റെ അനാഥമായ ആ കുടുംബത്തെ കൂടി ഇന്ന് സംരക്ഷിക്കുന്നത് ഈ ചെറുപ്പക്കാരനാണ്. വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 പാവപ്പെട്ട കുടുംബങ്ങളുടെ താങ്ങും തണലുമാണ് വെറും സാധാരണ മനുഷ്യനായ സേതു എന്ന ഈ സേതുമാധവൻ നായർ. അല്ലാതെ ഒരു കോടീശ്വരനല്ല. ഇനി ഈ നിരപരാധി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗോമതി ടീച്ചറാണ്. ദാറ്റ്സ് ഓൾ. തൃപ്തിയായില്ല രണ്ടുപേർക്കും? ഇത്രയും ഗുരുഭക്തിയുള്ള ഒരു ശിഷ്യനെ മാഷ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? തനിക്കുണ്ടോ അത്രയും ഗുരുഭക്തി? സേതു, ക്ഷമിക്കണം. ഇവരുടെ വാക്ക് കേട്ട് നിങ്ങളെ രണ്ടുപേരെ സംശയിച്ച് എനിക്ക് മാപ്പ് തരണം. സാരമില്ല ടീച്ചർ, എനിക്ക് വിഷമമൊന്നുമില്ല. ഇത്തരം ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ അനുവാദം ഇല്ലാതെ കള്ളത്താക്കോലിട്ട് മുറി തുറന്ന് പെട്ടി പരിശോധിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. മനസ്സിലായോ? മേലിൽ മാഷെങ്കിലും ഇതുപോലുള്ള ചീപ്പ് പരിപാടികൾക്ക് കൂട്ടുനിൽക്കല്ലേ.